അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 80. ചിരിയോടെ തന്റെ കഴുത്തിലൂടെ കൈചുറ്റിയ അഗ്നിയെ ചിത്തു ഒന്ന് നോക്കി. പോടാ, നീ എന്നോട് മിണ്ടണ്ട. അമ്മ എത്ര ടെൻഷൻ അടിച്ചുന്നറിയോ? ചിത്തിര അവനോട് പരിഭവത്തോടെ പറഞ്ഞു. എന്റെ ചിത്തുപെണ്ണ് എന്നോട് പിണങ്ങില്ലാന്ന് എനിക്കറിയാലോ. അഗ്നി കുറുമ്പോടെ അവരുടെ കവിളിലൊന്ന് പിച്ചി. ചിത്തിരയ്ക്ക് ചിരി വന്നു. പോടാ. അവർ കളിയോടെ അവനെ അടിച്ചു. അഗ്നി പുഞ്ചിരിയോടെ അവരുടെ കവിളിൽ ചുണ്ടമർത്തി. ജ്വാല അത്ഭുതത്തോടെ അവരെ രണ്ടാളെ നോക്കിയിരുന്നു. എത്ര പെട്ടെന്നാണ് അഗ്നി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് അവൾ ആ സമയം ഓർത്തത്. അവളുടെ നോട്ടം കണ്ട് അഗ്നി ജ്വാലയെ നോക്കി പുരികമുയർത്തി. അവൾ കുറുമ്പോടെ അവനെ നോക്കിയിരുന്നു. എവിടെ പോയതാ കണ്ണാ? മോഹനാണ് അത് ചോദിച്ചത്. അഗ്നി ചിത്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മോഹനെ നോക്കി. വെറുതെ ഒന്ന് കറങ്ങാൻ. പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോ തട്ടുകടയിൽ ഫുഡും കഴിച്ചു. അഗ്നി പറഞ്ഞതും ചിത്തിര പുഞ്ചിരിച്ചു. മോഹനും തലയാട്ടി. ഫുഡോ? എന്താ കഴിച്ചേ? അപ്പു ചോദിച്ചു. പൊറോട്ടയും ബീഫും. കുഞ്ഞന് അത് മതിയെന്ന് പറഞ്ഞു. അഗ്നി പറഞ്ഞതും അപ്പു ചുണ്ടു പിളർത്തി ജ്വാലയെ നോക്കി. എന്നാലും പോകുമ്പോ എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോടി ദുഷ്ടേ. അപ്പു ജ്വാലയെ നോക്കി കെറിവിച്ചു. അതിന് ഞങ്ങൾ ബുള്ളറ്റിലല്ലേ പോയേ. മാത്രല്ല അരവട്ട ഫുഡ് കഴിച്ചതല്ലേ. എന്നാ വേണേ മണത്ത് നോക്കിക്കോ. അതും പറഞ്ഞ് ജ്വാല അവളുടെ കൈ അപ്പുവിന്റെ മൂക്കിലേക്ക് അടുപ്പിച്ചു. നല്ല ബീഫിന്റെ മണം. അപ്പു ആ കൈ തട്ടിമാറ്റി. പോടി തണ്ടി, അവള് വെറുതെ കൊതിപ്പിക്കുക. നോക്കിക്കോടി, ഇതിന് ഞാൻ പകരം വീട്ടും. എന്റെയും കല്യാണം കഴിയൂലോ. അപ്പൊ ഞാനും എന്റെ പെണ്ണും കൂടി ഇതേപോലെ രാത്രിയിൽ പോയി ഫുഡ് കഴിക്കും. നിന്നോടൊന്നും പറയില്ല. അപ്പു ചുണ്ടുകൊട്ടി. അവന്റെ സംസാരം കേട്ട് അഗ്നിയും ചിത്തിരയും മോഹനും ചിരിച്ചുപോയി. അതിന് പൊന്നു എങ്ങോട്ട് പോയാലും എന്നെ വിളിക്കൂലോ. അപ്പൊ ഞാനും വരും കൂടെ. അവളും ചുണ്ടുകൊട്ടി. അപ്പുവിന്റെ കണ്ണും മിഴിഞ്ഞു. പൊന്നോ, എന്തിനാ നീ ഇപ്പൊ ആ നാഗവല്ലിയുടെ കാര്യം ഇവിടെ എടുത്തിട്ടെ? അപ്പു പല്ല് കടിച്ചു. ആരവേട്ടൻ കെട്ടാൻ പോണത് അവളെയല്ലേ, അതുകൊണ്ടാ. ജ്വാല അവനെ ദേഷ്യം പിടിപ്പിച്ചു. ഏട്ടത്തിയാണെന്നൊന്നും ഞാൻ നോക്കൂല കേട്ടോ. എടുത്ത് വല്ല ഭിക്ഷക്കാർക്കും കൊടുക്കും. തെണ്ടി, വേറെ ആരെയും കിട്ടിയില്ല അവൾക്ക്. എനിക്ക് എന്തിനാ കുട്ടിപ്പിശാചിന്? മൂട് പോയി. ഞാൻ ഉറങ്ങാൻ പോണു. അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് നടന്നു. ജ്വാല ചിരിയോടെ മോഹന്റെ നെഞ്ചിലേക്ക് തന്നെ കിടന്നു. അല്ല, ഇവളുടെ മൗനവ്രതം എപ്പോഴാ കഴിഞ്ഞേട്ടാ? അത് ചോദിക്കാൻ വിട്ടുപോയി ഞാൻ. മുകളിലെത്തിയതും അപ്പു താഴേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു. അഗ്നി ജ്വാലയുടെ മുഖത്തേക്ക് നോക്കി. ഹീ. അവൾ അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. അത് കണ്ടപ്പോ അവനും ചിരി വന്നു. അതൊക്കെ റൂമിൽ തന്നെ അവസാനിച്ചടാ. ഇവളുടെ ഫ്രണ്ട്സ് രണ്ട് കുട്ടിക്കുരുപ്പോളില്ലേ, അവറ്റോള് എന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞൂന്ന്. അതിഷ്ടാവാതെ എന്റെ ഭർത്താവ് അഗ്നിദേവ് ഇനി അങ്ങനെ പറയണ്ടാന്ന് പറഞ്ഞു പോലും ഇവള്. അത് ഞാൻ അറിയുമ്പോ വഴക്ക് പറഞ്ഞാലോന്ന് കരുതിയായിരുന്നു ഈ മൗനം. അത് പറയുമ്പോൾ അഗ്നിയുടെ മുഖത്ത് സന്തോഷമാണ്. അപ്പു ആണോ എന്ന പോലെ ജ്വാലയെ കൂർപ്പിച്ചു നോക്കി. ഹി. അത് പിന്നെ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കിഷ്ടായില്ല, അതുകൊണ്ടാ. അവള് ചുണ്ടു ചുളുക്കി. ചിത്തിര വാത്സല്യത്തോടെ അവളെ നോക്കി. അഗ്നിയുടെ കണ്ണുകളിൽ പ്രണയവും. ആ മനസ്സിലാവുന്നുണ്ടടി ഏട്ടത്തി നിന്റെ ഇളക്കം. നടക്കട്ടെ നടക്കട്ടെ. അപ്പൊ എല്ലാരോടും സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്. അപ്പു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവന്റെ റൂമിലേക്ക് പോയി. ചിത്തിര പോയി ഡോറടച്ചു വന്നു. എന്നാ ഇനി പോയി കിടന്നേ രണ്ടാളും. സമയം 4 മണി ആവാറായി. ചെല്ല് ചെല്ല്. ചിത്തിര പറഞ്ഞതും അഗ്നി തലയാട്ടി. മോഹൻ ജ്വാലയുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവളെ തന്നിൽ നിന്ന് മാറ്റിയിരുത്തി എഴുന്നേറ്റു. അച്ഛൻ പോയി ഉറങ്ങട്ടെ കേട്ടോ. ഗുഡ് മോർണിംഗ് അച്ഛേ. ജ്വാല കുറുമ്പോടെ പറഞ്ഞു. മോഹൻ ചിരിയോടെ തലയാട്ടി ചിത്തിരയുമായി അവരുടെ റൂമിലേക്ക് പോയി. ഇനി എന്താ ഇവിടെ ഇരിക്കുന്നേ? വാ കുഞ്ഞ, നമുക്കും പോയി ഉറങ്ങാം. അഗ്നി ജ്വാലയുടെ കയ്യിൽ പിടിക്കാനാഞ്ഞു. ജ്വാല അതിന് സമ്മതിക്കാതെ അവളുടെ 2 കൈയും അവന് നേരെ വിരിച്ചു പിടിച്ചു. അഗ്നി സംശയത്തോടെ അവളെ നോക്കി. എന്നെ എടുക്ക്. അവള് കുറുമ്പോടെ പറഞ്ഞു. അഗ്നിയുടെ കണ്ണ് വിടർന്നു. എടുക്കണോ? അവൻ പുരികമുയർത്തി. വേണം. അവള് തലയാട്ടി. ഓക്കെ. അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഹാളിലെ ലൈറ്റ് ഓഫാക്കി. അവൻ ജ്വാലയ്ക്ക് മുന്നിലായി വന്നു നിന്നു. മുകളിലെ റൂമിൽ നിന്നും ഹാളിലേക്ക് വെളിച്ചം വരുന്നുണ്ട്. ജ്വാല അഗ്നിക്ക് നേരെ കൈവിടർത്തി. അവൻ ചിരിയോടെ താഴ്ന്നു വന്ന് അവളെ 2 കൈകളിലുമായി കോരിയെടുത്തു. ജ്വാല കുറുമ്പോടെ അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ചു. എനിക്ക് വെയിറ്റ് ഉണ്ടോ ദേവേട്ടാ? അവൻ അവളെ കോരിയെടുത്ത് മുകളിലേക്ക് നടക്കുമ്പോൾ അവൾ സംശയത്തോടെ ചോദിച്ചു. പിന്നെ പിന്നെ നല്ല വെയിറ്റ് അല്ലേ. മിണ്ടാതെ കിടന്നോടി പൂച്ചക്കുട്ടി നീ. ഇതെന്താ പെണ്ണെ, ഒട്ടും വെയിറ്റ് ഇല്ല. നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. അവൻ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനിപ്പോ കഴിക്കാറുണ്ടല്ലോ. അവൾ മുഖം വീർപ്പിച്ചു. ആ, ഇപ്പൊ കഴിക്കാറുണ്ട്. അത് ഞാൻ വാരിത്തരുന്നോണ്ടല്ലേ. അഗ്നി താഴ്ന്നു വന്ന് അവളുടെ മൂക്കിൽ അവന്റെ മൂക്കിട്ടുരസി. ദേവേട്ടാ. ജ്വാല ചിണുങ്ങി. അപ്പോഴേക്കും അവർ റൂമിലെത്തിയിരുന്നു. അഗ്നി പതിയെ അവളെ ബെഡിലിരുത്തി ഡോറ് പോയി അടച്ചു വന്നു. ജ്വാല അപ്പോഴേക്കും കാലിലെ ചെരുപ്പൂരി മാറ്റി ബെഡിൽ കയറി കിടന്ന് കണ്ണടച്ചിരുന്നു. ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യുന്നില്ലേ കുഞ്ഞാ? അഗ്നി തന്റെ ടീഷർട്ട് അഴിച്ചു മാറ്റി വേറൊരു ടീഷർട്ട് എടുത്തിട്ട് കൊണ്ട് അവളോടായി ചോദിച്ചു. എനിക്ക് ഉറക്കം വരുമോ ദേവേട്ടാ? ഇത് മതി. അവൾ കണ്ണു തുറക്കാതെ തന്നെ പറഞ്ഞു. അഗ്നി അവൾ പറയുന്നത് കേട്ട് ചിരിയോടെ അവന്റെ ജീൻസും മാറ്റി ഒരു മുണ്ടെടുത്തുടുത്ത് അവൾക്കടുത്തായി വന്നു കിടന്നു.
അത് മനസ്സിലായ പോലെ ജ്വാല അവന്റെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങിക്കിടന്നു. അഗ്നി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ജ്വാലയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയുന്നത് കണ്ടുകൊണ്ട് തന്നെ അഗ്നി ലൈറ്റ് ഓഫാക്കി ബെഡ് ലാമ്പിട്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി പതിയെ കണ്ണുകൾ അടച്ചു. ജ്വാലയുടെ കൈകൾ അവന്റെ നെഞ്ചിലൂടെ ചുറ്റി. അഗ്നി കണ്ണു തുറക്കാതെ തന്നെ ഒന്ന് പുഞ്ചിരിച്ചു. ജ്വാല കോളേജ് വിട്ട ശേഷം വീട്ടിലേക്ക് പോവാൻ കാറ് കാത്ത് നിൽക്കുകയാണ്. ശങ്കരേട്ടൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയതുകൊണ്ട് ഇന്ന് അഗ്നി അവളെ കൊണ്ടുപോവാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അവനെ കാത്താണ് അവളുടെ ഈ നിൽപ്പ്. അവളുടെ അടുത്ത് തന്നെ ദൃശ്യം തീത്തുണ്ട്. എടി, എന്നാ ഞങ്ങൾ അങ്ങോട്ട് വിട്ടാലോ? അഗ്നിയേട്ട വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവോ? തീത്തു ജ്വാലയോട് ചോദിച്ചു. ഇല്ല, ഇപ്പൊ വരും, നിങ്ങൾ വിട്ടോ. ജ്വാല പുഞ്ചിരിയോടെ അവരോട് പറഞ്ഞു. ഓക്കെ, എന്നാ സൈഡിലേക്ക് നിൽക്കുവേണേ, വണ്ടികൾ വരുന്ന കണ്ടില്ലേ? ജ്വാല റോഡിലേക്ക് കയറി നിൽക്കുന്നത് കണ്ട് ദൃശ്യ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ജ്വാല ഇളിച്ചുകൊണ്ട് റോഡ് സൈഡിലേക്ക് ഒതുങ്ങി നിന്നു. ദൃശ്യ അവളെ നോക്കിയൊന്ന് മൂളി. പെട്ടെന്ന് മുന്നിലൂടെ ഒരു ബൈക്ക് പോയതും തീത്തുവിന്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പോയി. ജസ്റ്റ് മിസ്, അവൾ വാടിയ മുഖത്തോടെ പറഞ്ഞു. എന്തു പറ്റിയിടി? അവളുടെ മുഖം കണ്ട് ജ്വാലയും ദൃശ്യയും സംശയത്തോടെ ചോദിച്ചു. എടി, ഒരു സുന്ദര ചേട്ടനാ ദേ ആ പോകുന്നേ, ഒരു മിന്നായം പോലെ കണ്ടുള്ളൂ ഞാൻ. തീത്തു ചുണ്ടു പിളർത്തി. അവളുടെ സംസാരം കേട്ട് ജ്വാലയും ദൃശ്യയും ചിരിയോടെ അങ്ങോട്ടേക്ക് നോക്കി. പെട്ടെന്ന് ആ ബൈക്ക് നിന്നു. മൂന്നാളും അമ്പരന്നു പോയി. എടി, നീ അയാളെ വായി നോക്കുന്നത് അയാൾ കണ്ടൂന്ന് തോന്നണു, ദൃശ്യ പറഞ്ഞു. പ്രശ്നാവൂടി? തീത്തു വെപ്രാളത്തോടെ ചോദിച്ചു. എന്ത് പ്രശ്നം, നീ ഒന്ന് പോയേ. ദൃശ്യ അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ ജ്വാലയുടെ കണ്ണുകൾ ആ ബൈക്കിലിരിക്കുന്ന ആളിൽ തന്നെയായിരുന്നു. അയാൾ മിററിലൂടെ തങ്ങളെയാണ് നോക്കുന്നതെന്ന് ജ്വാലയ്ക്ക് മനസ്സിലായി. ഉള്ളിൽ അകാരണമായ ഒരു ഭയം നിറയുന്നു. അപ്പോഴേക്കും ആ ബൈക്ക് അവരുടെ അടുത്തേക്ക് തിരിഞ്ഞിരുന്നു. മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ ബൈക്കിലിരിക്കുന്ന ആളെ നോക്കിയ ദൃശ്യയുടെയും തീത്തുവിന്റെയും കണ്ണുകൾ വിടർന്നു. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും ആളൊരു സുന്ദരനാണെന്നാണ് തീത്തു അപ്പോൾ ആലോചിച്ചത്. പക്ഷെ അയാളുടെ കണ്ണുകൾ ജ്വാലയിൽ മാത്രമായിരുന്നു. ജ്വാലയ്ക്ക് തന്റെ ദേഹം തളരുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അയാൾ തന്റെ തലയിൽ നിന്നും ഹെൽമെറ്റ് ഊരിമാറ്റി. ജ്വാലയുടെ ശ്വാസം നിലച്ചു. കിച്ചേട്ടൻ? അവളുടെ ചുണ്ടുകൾ പേടിയോടെ മൊഴിഞ്ഞു. കിച്ചു അവളെ ആകെ മൊത്തം ഒന്ന് നോക്കി. യൂണിഫോമാണ് അവളുടെ വേഷം. ചെറുതായൊന്ന് തടിച്ചിട്ടുണ്ട് അവള്. ഒന്നുകൂടി നിറവും കൂടിയിരിക്കുന്നു. ആ കവിളുകൾ ഒന്നുകൂടി തുടുത്തിരിക്കുന്നു. പക്ഷെ ആ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന പാട്. അതിലേക്ക് നോക്കിയതും അവൻ അസ്വസ്ഥതയോടെ അവളിൽ നിന്നും മുഖം മാറ്റി. അവന്റെ നോട്ടം കണ്ടതും അവൾ വെപ്രാളത്തോടെ അവളുടെ കഴുത്തിൽ തൊട്ടു നോക്കി. രാവിലെ കോളേജിലേക്ക് പുറപ്പെടുന്ന നേരം ദേവേട്ടൻ തന്ന സമ്മാനം. ആ ഓർമ്മയിൽ അവളുടെ മുഖം ചുവന്നു. അവൾ പതർച്ചയോടെ പെട്ടെന്ന് മുടിയെടുത്ത് മുന്നിലേക്ക് ഇട്ടുകൊണ്ട് ആ പാടിനെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ നോട്ടം കണ്ടതും അവൾ തല താഴ്ത്തി. ജ്വാല, കിച്ചു വിളിച്ചു. അവൻ വിളിക്കുന്നത് കേട്ടതും ദൃശ്യം തീത്തു അവനെ വാവൊളിച്ചു നോക്കി. എടി, അപ്പൊ ഞാൻ നോക്കുന്നത് കണ്ടിട്ടല്ലേ ഇയാള് ബൈക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേ? തീത്തു ദൃശ്യയുടെ ചെവിയിൽ സ്വകാര്യം പോലെ ചോദിച്ചു. മിണ്ടാതെ നിൽക്കുവെണ്ണെ, ഇത് ജ്വാലയ്ക്കറിയാവുന്ന ആരോ ആണെന്ന് തോന്നണു, ദൃശ്യ അവളുടെ സംശയം പറഞ്ഞു. തീത്തു തലയാട്ടി. ജ്വാല. അവൾ തന്നെ മുഖമുയർത്തി നോക്കാത്തത് കണ്ടതും ഇത്തവണ കിച്ചുവിന്റെ ശബ്ദം അല്പം ഉയർന്നിരുന്നു. ജ്വാല പേടിയോടെ അവനെ മുഖമുയർത്തി നോക്കി. കൈകൾ ടോപ്പിൽ മുറുകി. കിച്ചേട്ടാ, അവൾ വിളിച്ചു. നീ പഠിക്കാൻ പോകുന്നുണ്ടെന്ന് പൊന്നു പറഞ്ഞ് അറിഞ്ഞിരുന്നു. ഇവിടെയാണല്ലേ അപ്പോ? അവൾ മൂളി. അവൻ മൂളിക്കൊണ്ട് തീത്തുവിനെ ദൃശ്യയെ നോക്കി. അവരെ രണ്ടാളെ മാറി മാറി നോക്കുകയാണ് ഇരുവരും. ഇതാരാ, നിന്റെ ഫ്രണ്ട്സാണോ? അവൻ അവരിൽ തന്നെ ദൃഷ്ടി ഊന്നിക്കൊണ്ട് ചോദിച്ചു. അതെ ചേട്ടാ, ഞങ്ങൾ ജ്വാലയുടെ ഫ്രണ്ട്സാ. ചേട്ടൻ ആരാ ഇവളുടെ? തീത്തു ആവേശത്തോടെ ചോദിച്ചു. ഞാൻ. കിച്ചു പറഞ്ഞു വന്നത് നിർത്തിക്കൊണ്ട് ജ്വാലയെ നോക്കി. അവന്റെ നോട്ടം കാണുന്തോറും അവൾക്ക് ആകെ വല്ലായ്മ തോന്നി. അഗ്നിയെ കാണാൻ തോന്നി. ദേവേട്ട, ഒന്ന് വേഗം വാ. അവളുടെ കൈകൾ വിരലിലെ മോതിരത്തിൽ മുറുകി. ഞാൻ ജ്വാലയുടെ മുറച്ചെറുക്കനാ. അവളുടെ മുഖത്തെ ഭാവങ്ങളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു. ജ്വാല വിറയലോടെ അവനെ മുഖമുയർത്തി നോക്കി. മുറച്ചെറുക്കനോ? അമ്മായിക്കൊരു മോനുണ്ടെന്ന് പറഞ്ഞിരുന്നു, ആ ആളാണല്ലേ? തീത്തു പെട്ടെന്ന് ഓർത്തതുപോലെ ചോദിച്ചു. അത്രേ ഇവള് പറഞ്ഞിട്ടുള്ളോ? കിച്ചുവിന്റെ ചുണ്ടിൻ കോണിൽ പുച്ഛം കലർന്നു. കിച്ചേട്ടാ, ജ്വാല ദയനീയമായി അവനെ വിളിച്ചു. അത് കണ്ട് അവനൊന്ന് ചിരിച്ചു. എന്റെയും ജ്വാലയുടെ വിവാഹം തീരുമാനിച്ചതായിരുന്നു, കിച്ചു പറഞ്ഞു. തീത്തുവും ദൃശ്യ അവനെ സംശയത്തോടെ നോക്കി. ആണോ? എന്നിട്ടെന്താ ചേട്ടൻ ഇവളെ വിവാഹം കഴിക്കാതിരുന്നേ? അഗ്നിയേട്ടനല്ലേ ഇവളുടെ ഭർത്താവ്? അവൻ പറഞ്ഞത് ഇഷ്ടമാവാതെ ദൃശ്യ കനത്ത സ്വരത്തിൽ ചോദിച്ചു. കിച്ചു അവളെ കൂർപ്പിച്ചു നോക്കി. എന്നീന്ന് തട്ടിയെടുത്തതാ അവനിവളെ, എനിക്ക് സ്വന്തമാവേണ്ടവളെ അവൻ എന്നീന്ന് കിച്ചേട്ടാ, മതി, നിർത്ത്. അവൻ പറഞ്ഞു മുഴുവനാക്കും മുൻപ് പെട്ടെന്ന് ജ്വാലയുടെ ശബ്ദം അവിടെ ഉയർന്നു. കിച്ചു വിശ്വാസം വരാതെ അവളെ പകപ്പോടെ നോക്കി. ആദ്യമായിട്ടാണ് അവൾ അവനോട് ശബ്ദമുയർത്തുന്നത്. അവൻ ജ്വാലയെ തുറച്ചു നോക്കി. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. കൈകൾ ചുരുണ്ടിട്ടുണ്ട്. അത്രത്തോളം ദേഷ്യം നിറഞ്ഞിരുന്നു അവളിൽ.
ജ്വാല, ദൃശ്യം തീർത്തു അവളെ വിളിച്ചു. എന്നെ ആരെയും തട്ടിയെടുത്തിട്ടില്ല. എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാ എൻ്റെ ദേവേട്ടൻ എന്നെ വിവാഹം കഴിച്ച്, അല്ലാതെ എന്നെ വേദനിപ്പിക്കാനല്ല. എന്നെ തട്ടിയെടുത്തിട്ടില്ല. അത് കിച്ചേട്ടന് അറിയാവുന്നതല്ലേ. അവള് കിച്ചുവിനെ തുറച്ചു നോക്കി. കിച്ചുവിന്റെ കണ്ണു മിഴിഞ്ഞു. ജ്വാല തന്നെയാണോ ഇത്രയും പറഞ്ഞതെന്ന് അമ്പരപ്പ് തോന്നി കിച്ചുവിന്. എന്റെ ഭർത്താവിനെ കുറിച്ച് ഇല്ലാത്തത് പറയരുത് കിച്ചേട്ടാ. എന്റെ ദേവേട്ടനെ എനിക്കറിയാ, പാവാ. അവളുടെ സ്വരത്തിൽ പ്രണയം. കിച്ചുവിന് ഇനിയൊന്നും കേൾക്കാൻ വയ്യായിരുന്നു. എന്താണ് അവളിന്ന് കേൾക്കരുതെന്ന് ആഗ്രഹിച്ചത്, അതാ ഇപ്പൊ കേട്ടത്. അവൻ മുഖമൊന്ന് അമർത്തി തുടച്ചു. ദൃശ്യയുടെയും തീത്തുവിന്റെയും മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. രണ്ടാൾക്കും കിച്ചുവിനോട് ദേഷ്യം തോന്നി. അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ അവൻ ആളത്ര ശരിയല്ല എന്ന് തോന്നിപ്പോയി അവർക്ക്. കാരണം അഗ്നിയേട്ടനെ ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നതാ. ഗൗരവത്തോടെ ഞങ്ങളോട് സംസാരിക്കുന്നതെങ്കിലും സ്നേഹം ആ വാക്കുകളില്. ആ ആള് ജ്വാല ഇയാളിന്ന് തട്ടിയെടുത്തൂന്ന്. തീത്തു പുച്ഛത്തോടെ ചുണ്ടൊന്നു കോട്ടി. എന്നെ മറന്നോ നീയപ്പോ? കിച്ചു മുഖത്ത് സങ്കടഭാവം അണിഞ്ഞു. ജ്വാല അവനെ അസ്വസ്ഥതയോടെ നോക്കി. അപ്പോഴേക്കും തീത്തൂനും ദൃശ്യയ്ക്കും പോവാനുള്ള ബസ് എത്തിയിരുന്നു. ദേടി, ബസ് എത്തി. ജ്വാല, ഞങ്ങൾ പൊക്കോട്ടെ. ദൃശ്യ പെട്ടെന്ന് മുന്നോട്ട് നടന്നു. ജ്വാല പേടിയോടെ അവര് പോകുന്നതും നോക്കി നിന്നു. തീത്തു പെട്ടെന്ന് ദൃശ്യയുടെ കൈ പിടിച്ചു. അവൾ എന്തായെന്ന പോലെ തീത്തൂനെ നോക്കി. ജ്വാല, അഗ്നിയേട്ടൻ എപ്പോഴാ വരിക? ഞങ്ങള് അടുത്ത ബസ്സിന് പോയാൽ മതിയോ? ഇവിടെ നിന്നെ തനിച്ചാക്കി പോവാൻ തോന്നുന്നില്ല. തീത്തു കിച്ചുവിനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ജ്വാലയോട് പറഞ്ഞു. അത് അത് പിന്നെ. ജ്വാലയ്ക്ക് പെട്ടെന്ന് എന്തു പറയണമെന്ന് അറിയാതെയായി. ഒറ്റയ്ക്ക് കിച്ചേട്ടനോട് സംസാരിക്കാൻ ഇപ്പോഴും പേടിയാ. അല്ലെങ്കിലും എനിക്കൊന്നും സംസാരിക്കാനുമില്ല. അവള് കൈകൾ പരസ്പരം കൂട്ടിത്തിരുമ്മി. നിങ്ങൾ വിട്ടോ, എനിക്കിവളോട് തനിച്ച് സംസാരിക്കാനുണ്ട്. കിച്ചു തീത്തുവിനോട് ഗൗരവത്തോടെ പറഞ്ഞു. ജ്വാല വിറയലോടെ അവനെ നോക്കി. ജ്വാല. അവൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ തീത്തു ജ്വാലയെ വിളിച്ചു. പൊക്കോ, അല്ലെങ്കിൽ പിന്നെ അടുത്ത ബസ് വരാൻ ഇനി അരമണിക്കൂർ കഴിയില്ലേ? ജ്വാല വെല്ലായ്മയോടെ ചോദിച്ചതും തീത്തു തലയാട്ടി. എന്നാ വീട്ടിലെത്തിയിട്ട് വിളിക്കിട്ടോ. അതും പറഞ്ഞ് കിച്ചുവിനെ ഒരിക്കൽ കൂടി നോക്കി അവർ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് തീത്തു കിച്ചുവിന്റെ അടുത്തേക്ക് ഓടി വന്നു. അവൻ എന്തായെന്ന പോലെ അവളെ നോക്കി. അല്ലെങ്കിലും ചേട്ടനും ജ്വാലയും തമ്മിൽ ഒരു ചേർച്ചയില്ലാട്ടോ. അതൊക്കെ ഞങ്ങളുടെ അഗ്നിയേട്ടൻ. ഉഫ്, എന്തൊരു സ്റ്റൈലാ പുള്ളി. ആളും ജ്വാലയും പെർഫെക്റ്റ് മാച്ചാ. അതുകൊണ്ട് ചേട്ടന്റെ കയ്യിൽ നിന്ന് അഗ്നിയേട്ടൻ ഇവളെ തട്ടിയെടുത്തെങ്കിൽ നന്നായി പോയി. തീത്തു അവനെ കളിയാക്കി. അത് കേട്ടപ്പോൾ ദൃശ്യയ്ക്കും ചിരി വന്നു പോയി. ഡി, കിച്ചു ദേഷ്യത്തോടെ വിളിച്ചു. അവള് ചുണ്ടുകൊട്ടി പെട്ടെന്ന് ദൃശ്യയുടെ കൈയും പിടിച്ച് ബസ്സിനടുത്തേക്ക് ഓടി. അവർ ബസ്സിൽ കയറിപ്പോകുമ്പോഴും ജ്വാല വീർത്ത മുഖത്തോടെ തീത്തൂനെ നോക്കുന്നുണ്ടായിരുന്നു. അഗ്നി അങ്ങനെ ആരും വർണ്ണിക്കുന്നത് അവൾക്കിഷ്ടമല്ല. അത് അവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ദൃശ്യം തീത്തു ഇടയ്ക്കിടയ്ക്ക് അഗ്നിയുടെ ഭംഗിയെക്കുറിച്ച് പറഞ്ഞ് ജ്വാലയെ ദേഷ്യം പിടിപ്പിക്കുമായിരുന്നു. അവരുടെ ബസ് അവിടെ നിന്നും പോയതും ജ്വാല കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് നിന്നോടൽപ്പം സംസാരിക്കാനുണ്ടായിരുന്നു. കിച്ചേട്ടൻ പൊക്കോളൂ, ദേവേട്ടൻ വരാറായി. അവള് പറഞ്ഞു. ദേവേട്ടൻ? കിച്ചുവിന്റെ മുഖം ചുളിഞ്ഞു. അത് അഗ്നി. അവള് പറഞ്ഞതും കിച്ചു അവളെ ദേഷ്യത്തോടെ നോക്കി. നീ അവനെ അഗ്നി എന്നല്ലേ വിളിച്ചിരുന്നേ? പിന്നെ ഇപ്പൊ എന്താ ഒരു ദേവേട്ടൻ? അവന്റെ വാക്കുകളിൽ ദേഷ്യം. എന്റെ ഭർത്താവല്ലേ, എനിക്കിഷ്ടമുള്ളതല്ലേ ഞാൻ വിളിക്കുക കിച്ചേട്ടാ. അവള് ചോദിച്ചതും കിച്ചു അവളെ പല്ലുകടിച്ചു നോക്കി. നാവൊക്കെ ഉയർന്നു തുടങ്ങിയല്ല നിനക്ക്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എവിടെ നിന്ന് പഠിച്ചു നീ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ജ്വാലയുടെ കണ്ണു നിറഞ്ഞു. കിച്ചേട്ടൻ പൊക്കോ, എനിക്കൊന്നും സംസാരിക്കാനില്ല. അവള് കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് സംസാരിക്കാനുണ്ടല്ലോ. അന്ന് നിന്റെ ഭർത്താവ് എന്നെ തല്ലിച്ചതച്ചതൊക്കെ നീ അറിഞ്ഞതല്ലേ? എന്നിട്ട് എന്നെ ഒന്ന് വന്ന് കാണാൻ തോന്നി നിനക്ക്? അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളോ നിനക്ക് എന്നോടുള്ള പ്രണയം? കിച്ചു മുരണ്ടു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. പ്രണയോ? അവള് ചോദിച്ചു. അതെന്താ അങ്ങനൊരു ചോദ്യം? പ്രണയായിരുന്നില്ലേ നിനക്ക് എന്നോട്? നമ്മുടെ വിവാഹം നടക്കാൻ അത്രത്തോളം ആഗ്രഹിച്ചതല്ലേ നീ? ഇത്ര പെട്ടെന്ന് എന്നോടുള്ള പ്രണയം മാഞ്ഞു പോയോ നിന്നീന്ന്? എന്നേക്കാൾ വലുത് നിനക്ക് അഗ്നിയാണോ? കിച്ചു ബൈക്കിൽ നിന്നും ഇറങ്ങി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ജ്വാലയ്ക്ക് അത്രയും അടുത്ത് അവനെ കണ്ടപ്പോൾ പേടി തോന്നിയെങ്കിലും അവൾ അവനിൽ നിന്നും അല്പം പുറകിലേക്ക് നിന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു. കിച്ചു അവളെ പുരികം ചുളിച്ചു നോക്കി. പ്രണയം? കിച്ചേട്ടനോട് എനിക്ക് പ്രണയായിരുന്നു എന്ന് ആരാ പറഞ്ഞേ? ശാന്തമായിരുന്നു അവളുടെ സ്വരം. പിന്നെ എന്തായിരുന്നടി നിനക്ക് എന്നോട്? അവൻ കണ്ണു ചുരുക്കി. അവള് പെട്ടെന്ന് അവളുടെ ഡ്രസ്സിനകത്ത് നിന്ന് അവളുടെ താലിമാല പുറത്തേക്കെടുത്തു. അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന അഗ്നിദേവ് എന്ന് പേരുകുത്തിയ താലിയിലേക്ക് മാത്രമായിരുന്നു കിച്ചുവിന്റെ നോട്ടം. ജ്വാല പെട്ടെന്ന് ആ മാല എടുത്തുയർത്തി ആ താലി അവളുടെ കൈകളിൽ ഒതുക്കി പിടിച്ചു. ജ്വാല, കിച്ചു വിളിച്ചു. ജ്വാലയ്ക്ക് ഒരേ ഒരാളോട് മാത്രമേ പ്രണയം തോന്നിയിട്ടുള്ളൂ കിച്ചേട്ടാ. അതൊരിക്കലും കിച്ചേട്ടനല്ല, എന്റെ ദേവേട്ടനാ ജ്വാലയുടെ പ്രണയം, എന്റെ പ്രാണൻ. അവളുടെ സ്വരത്തിൽ പോലും പ്രണയം നിറഞ്ഞിരുന്നു. കിച്ചു അവളുടെ വാക്കുകളിൽ തറഞ്ഞു നിന്നു. കണ്ണുകളിൽ ഞെട്ടൽ പ്രകടമായി. അപ്പോഴും അവളുടെ നോട്ടം അവളുടെ താലിയിലായിരുന്നു.
ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അഗ്നിക്ക് മാത്രം സ്വന്തമായിരുന്നു. തുടരും.